ഇതാ വേറിട്ട കഥയും കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച് ഓ മൈ ഗോഡിന്റെ ഒരു ഉശിരൻ എപ്പിസോഡ്. ഭർത്താവ് മരണപ്പെട്ടതറിഞ്ഞ് ശവസംസ്കാര കർമ്മങ്ങൾ ചെയ്യാൻ ഒരാൾ എത്തുകയാണ്. മരിച്ചയാൾ എഴുതി വച്ചിരുന്ന കത്തിൽ കർമ്മങ്ങൾ ഏത് രീതിയിലാവണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് കിട്ടുന്ന പണി എന്തായിരിക്കും? കാണാം പ്രേതബാധയിലെ പ്രാങ്ക് കഥ. ബാംഗ്ലൂരായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ശ്വാസ തടസ്സം പോലെ വന്നു. പെട്ടെന്നായിരുന്നു വിളിച്ച് കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞില്ലേ, കമ്പനി വിളിച്ചു. പേരെന്തോന്നാണല്ലോ? സന്തോഷം. ഞാൻ ഇവിടുത്തെ സ്ഥലവും വീടൊക്കെ നോക്കി നിൽക്കുന്നതാണ്. ഇവർ എല്ലാവരും ബാംഗ്ലൂരിൽ നിന്നാണ്. സംഭവം അറിഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് വന്നു. മറ്റത് ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ചേച്ചി ചേച്ചി സന്തോഷ് കമ്പനിയുടേതായിട്ട് പറഞ്ഞു. ഇപ്പം എങ്ങനെയാണ് തീരുമാനങ്ങൾ? ഇപ്പം ആംബുലൻസ് ഇപ്പം എത്തും. ഇല്ല, കഴിഞ്ഞത് കഴിഞ്ഞ് ഇനിയിപ്പം ഇല്ലേ ബാബു. സന്തോഷം. ചേട്ടൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാ പോവേ. എന്തോ മരിക്കുമെന്ന് അറിയാന്ന് തോന്നുന്നു. ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയെ. അപ്പൊ ഇപ്പൊ പുതിയ ജോയിനിങ് ചെയ്യുന്ന ആളിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ബാബു ആക്കി 5000 രൂപ കൊടുക്കണമെന്നും പറഞ്ഞായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചോളൂ. പ്രശ്നം ആള് സന്തോഷം വന്നല്ലോ. എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ. എല്ലാ കാര്യവും നോക്കിക്കൊണ്ട് ആരുമില്ല. ഇവിടെ തന്നെ അടക്കണേന്ന് പറഞ്ഞോണ്ടാ നമ്മളിവിടെ കൊണ്ടുവന്ന. അറിയാം. പക്ഷെ നമ്മളെയും കൂടെ വിഷമിപ്പിക്കാതെ ചേച്ചി. ചേച്ചി അതങ്ങ് വിട ചേച്ചി. അത് പോയത് പോയല്ലേ. ഇനി അതിനെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമുണ്ടാ? ഇതങ്ങ് വരാനിട്ടൊരു വിധി. അത്രേ ഉള്ളൂ. അത്ര വിചാരിച്ച ഒരു ശ്വാസം മുട്ടില് പോയാണ്. പോട്ടെ ചേച്ചി, കരയത്തില്ല വീട്. ചേച്ചി എന്തായാലും എന്നോട് പറയുക. നമ്മൾ ഒറ്റപ്പെട്ടു പോയല്ലോ. എന്റെ കൊച്ചു പൊടി പോളു. അത് മൂത്താണ്. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോഴേ ഈ ചടങ്ങ് സാധാരണ ഈ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിക്കുവോ? അങ്ങനെ ഒരു വിഷയമുണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമല്ലേ. നമുക്ക് ലാസ്റ്റിൽ ഈ കവിത വായിക്കണമെന്ന് പറഞ്ഞില്ലേ? അതിപ്പം നിങ്ങളത് ആ സമയം വായിച്ചങ്ങ് വിടാം. സന്തോഷം വരി, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. സന്തോഷം എല്ലാം നോക്കിക്കൊണ്ടേ. ആരുമില്ല നമുക്ക്. എന്തിനും ഏതിനും ഞാനുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇല്ലില്ല എനിക്ക് സഹിക്കാൻ പറ്റൂല. എന്നെ ഒന്ന് സന്തോഷം, നീ എന്നെ ഒന്ന് താങ്ങിക്കോ. ചേച്ചിയെ താങ്ങണം പിന്നെ. പക്ഷെ നീ എന്നെ ഒന്ന് നോക്കിക്കോ. അല്ലല്ല, അത് അവര് ചെയ്തു കൊടുക്കും. കാരണം നിങ്ങൾ ബാക്കിയുള്ള ഇത് നോക്കിയത്, ബാക്കിയല്ല അതിനുള്ള ആൾക്കാരുണ്ടല്ലോ. നിങ്ങളും കൂടെ ഇങ്ങനെ ആവാതാണ്. ഇവിടെ സമ്മാനം അവർ ഞാൻ വിളിക്കില്ല. ഇവിടെ നോക്കണം. എനിക്ക് എന്റെ കൺട്രോൾ പോയി നിൽക്കാൻ. എന്റെ കൈ ഓടണ്ട, കാലും ഓടണ്ട.
മോളവിടെ ഇരുന്നോ, മോളവിടെ ഇരുന്നോ. പിന്നെ ചേച്ചി പതുക്കെ കരയും ചേച്ചി നമ്മളെ കൂടെ വിഷമിപ്പിക്കാം. പോട്ട് ഇതേ സാർ ഇതെടുത്തിട്ട് ഞാൻ ഇതെല്ലാം വെക്കിട്ടോ. എല്ലാം റെഡിയാക്കി ഇല്ല സാർ, ശരിയാക്കി. വലത്തെ സൈഡിലെ ഇടത്തെ സൈഡിലാണ് വെക്കാണോ? ഇവിടെ നിങ്ങൾ അവിടെ പറഞ്ഞു തന്നാ മതി. പറഞ്ഞ ആ ചേട്ടൻ വെച്ചാൽ മതി താഴെ. അടി ഇവിടെയാ? അവിടെ അല്ല, താഴെ വെച്ചാൽ മാറ്റി അവിടെ വെച്ചാ. എൻ്റെ മോളെ കല്യാണം ഒരു പൈസ എന്നാണ് സന്തോഷം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് അങ്ങേരാണ് ചെയ്യണം. അത്രയും മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യനാണ്. ലെറ്റർ വായിച്ച് എല്ലാവരും കേട്ടല്ല, എല്ലാം കേട്ട. ലാസ്റ്റ് കാര്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തുടങ്ങി. ലെറ്റർ എല്ലാവരും ഒന്ന് കേൾക്കത്തക്ക തരത്തിൽ കേട്ടോണം. ഒന്നുകൂടെ വായിക്ക്. വായിക്കട്ടോ. ബാബുണ്ണ കേട്ടോണം, ഒരിക്കൽ വായി. എൻ്റെ ഭാര്യ ബിന്ദു അറിയാം, എനിക്ക് അസുഖം മൂർച്ഛിച്ചിരിക്കുന്നു. ഏത് നിമിഷവും ഞാൻ ഈ ലോകം വിട്ടു പോകാം. ഇവിടെ നിന്ന് പോവാൻ. ഈ ലോകം വിട്ടു പോയാൽ എന്നെ തിരുവനന്തപുരത്തെ വെള്ളവിടയിലെ വേങ്കോട് വീട്ടിൽ കൊണ്ടുപോകണം. ഇവിടെ കൊണ്ടുവരണം ബാബുണ്ണ. ഇവിടെ യോഗം നിനക്കും എൻ്റെ പൊന്നു മക്കൾക്കും വലിയ വിഷമം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ മരണാന്തര ചടങ്ങുകൾ ഞാൻ പറയുന്നത് പോലെ മാത്രമേ നീ ചെയ്യാൻ അനുവദിക്കാവൂ. മരണാന്തര ചടങ്ങുകൾ ചെയ്യാൻ വലിയ കുഴപ്പക്കാരനല്ലാത്ത ഒരാളെ കണ്ടെത്താൻ പഠിക്കലെ ബാവനോട് വല്ലതും പറയണം. ഈ ബാബുണ്ണല്ല, എന്നെ പഠിക്കല ബാബുണ്ണാണ് പറഞ്ഞത്. ആത്മാർത്ഥതയുള്ള ഒരാളെ ഒപ്പിച്ചുകൊണ്ട് വരും. അയാൾക്ക് ഈ കത്തിനൊപ്പം ഞാൻ വെച്ചിരിക്കുന്ന 5000 രൂപ ചടങ്ങ് കഴിയുന്ന സമയത്ത് എടുത്തു കൊടുക്കാൻ നീ മറക്കരുത്. ഇല്ല. ചടങ്ങിന് എത്തുന്ന ആൾ എന്നെ ഒതുക്കി കിടത്തിയതിന് സോറി അങ്ങനെ കുറെ ഒതുക്കി ഇവിടെ ബന്ധുക്കളെ കണ്ടമാനം ഒതുക്കി. എത്തുന്ന ആൾ എന്നെ ഒരുക്കി കിടത്തിയതിന് അരികിൽ തന്നെ ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ അയാളോട് പറയണം. കുഴിയിലേക്ക് എൻ്റെ ബോഡി എടുക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിനടുത്ത് തോട്ടിൽ പോയി ഒന്ന് കുളിച്ചു വരാൻ പറയണം. വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുഴിയിൽ കർമ്മി ഒരു പിടി മണ്ണിടണം. പിന്നെ മണ്ണിട്ട് മൂടി പട്ട് വിരിച്ച് ഹാരമണിയിക്കണം. ചുറ്റും മുതിർപൂവ് വാരി വിതരണം. വീണ്ടും കർമ്മിയോട് കുളിച്ചിട്ട് വരാൻ ആവശ്യപ്പെടണം. അദ്ദേഹം വന്നാൽ മൺകലത്തിൽ വെള്ളം നിറച്ച് മകൾ പ്രിയമതയോട് തലയിലെടുത്ത് ചടങ്ങുകൾ നടത്താൻ പറയണം. എത്രയോ തവണ ഞാൻ പത്രങ്ങൾക്ക് അയച്ചു കൊടുത്ത എൻ്റെ കവിത അവിടെ ആളുകൾ കൂടി നിൽക്കുമ്പോൾ കർമ്മിയോട് ചൊല്ലാൻ പറയണം. കവിത അപ്പോഴും പാടണം. സല്യൂട്ട് ചെയ്യാൻ കർമ്മിയോട് പറയണം. അപ്പം ബാക്കിയുള്ള ആരും സല്യൂട്ട് ചെയ്യണ്ട, സന്തോഷം മാത്രം സല്യൂട്ട് ചെയ്യണം. ഇത്രയും ചെയ്ത് എൻ്റെ ശരീരം മറവ് ചെയ്യണം. ഒരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ മരണാന്തര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്ത മനുഷ്യനോട് ഒരിക്കൽ കൂടി നന്ദി വാക്ക് പറയണം എന്ന് നിന്റെ അശോകൻ ചേട്ടൻ. ഈ 10 നിമിഷം ഇരിക്കാമല്ലോ അല്ലേ? സാർ ഇരിക്കോളൂ, ഞാൻ സാറ് കർമ്മം ചെയ്യാനുള്ള ആളല്ലേ. എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നോ? ബോഡി പൊരിക്കാണ്. സന്തോഷം അവനെ പറഞ്ഞു വിടും. എന്റെ അണ്ണന് ദ്രോഹം ചെയ്ത അതിർത്തി പ്രശ്നം ഇറങ്ങിപ്പട. നീ ഒരു കുന്തം പറയണ്ട. ഇന്ത്യയുടെ മാപ്പ് തരാടാ നിനക്ക് ഞാൻ. സന്തോഷം അണ്ണന്റെ അതിർത്തി ഇതാ അവിടുത്തെ 100 തവണ ഞാൻ വിളിച്ച് പറഞ്ഞടാ. അത് അവൻ ഒന്ന് ഒരു 1/2 സെന്റ് വിട്ടുകൊടുത്തിരുന്ന ഇത്രയും പ്രശ്നമില്ലായിരുന്നു. വഴി പ്രശ്നം ഈ ദ്രോഹി. എന്നിട്ട് അണ്ണന് കോപ്പ തരാൻ വേണ്ടി അവൻ വന്നേക്കണമേ. എന്നാ സുഖമില്ലാത്ത സമയത്ത് വണ്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഭയങ്കര വിഷയല്ലായിരുന്നു സന്തോഷേ. അവനാണ് ഇപ്പൊ വന്ന് മാപ്പ് ചോദിക്കണമേ. അവനെ വെട്ടണം. അവനെ ഒരു സൈക്കിൾ കയറ്റാൻ പോലും സ്ഥലമില്ലായിരുന്നു സന്തോഷേ. അവനാണ് ഇപ്പൊ
ആരോടാ? എന്താണ് അതിൻ്റെ ഇടയിൽ കൂടെ ചടങ്ങുകൾ ബാക്കി കാര്യങ്ങളിലേക്ക് കാറെല്ലാം എടുത്തിട്ടാ കാർ എടുത്തിട്ടുണ്ട്. വാങ്ങിക്കാം, ഐശ്വര്യമായിട്ട് വാങ്ങിക്കാം. സന്തോഷം വാങ്ങിക്കാം. ചേച്ചി ചേച്ചി വാങ്ങിക്കാം. കുടുംബം ചെയ്യാൻ വേണ്ടി കൊടുക്കട്ടാ. വണ്ടി എടുത്തോ. ഒതുങ്ങി തൊട്ടല്ല പൂജകനാണ്. ചേച്ചി സന്തോഷം എന്തോ പറയാനുണ്ട്. എടുക്കാം. കലമെല്ലാം മാറ്റണില്ല. എല്ലാം വാങ്ങിച്ചു. എടുക്കാം സമയമായി. നമുക്ക് പുറത്ത് നിൽക്കാം. എനിക്ക് സന്തോഷത്തിനെ കൊണ്ട് ഇല്ലടാ ആവണ തലയിടണ മോള് മാർക്ക് കാക്ക മോളടിക്കണേ മോള് എണീര് മോളെ മാറിയിട്ട് മോളെ ചേട്ടനെ കൊണ്ടുപോല്ലേ. ബാക്കി ഇടാൻ വേണ്ടിയുള്ള സാധനം അതൊക്കെ എടുത്തു വെച്ചാ അതൊക്കെ എടുത്തു. നമ്മൾ ഇടൂല. പിന്നെ ഇവിടെ ഉതിർപ്പ് വിട്ടിട്ട് തൊട്ട് വീഴും. അത്രേ ഉള്ള അതിന് പിന്നെ വാക്കിരി എന്ന് പറയാൻ പറ്റില്ലല്ലോ. വാക്കിരി എന്നാണ് അതിന് പറയാൻ. അതിന് പൂവിടലെന്ന് പറഞ്ഞാൽ പോരെ. ഇല്ല സാറേ നമ്മൾ ചെയ്യും നമ്മളെ നാട്ടിൽ ചെയ്യുന്ന അല്ലേ സാർ അങ്ങനെയല്ലേ ചെയ്യണേ? ബാക്കി ഇടുക എന്ന് വെച്ചാൽ അരി അതൊക്കെ ഉണ്ട്. അയ്യോ ഇല്ല അരി ഇപ്പം ഇടൂല. അരി പച്ചരിയൊക്കെ നേരത്തെ ഇട്ടുകൊണ്ട് ഇപ്പം ഇടൂല. ഇപ്പം ഉതിർപ്പ് വിട്ട് കാലോട്ട് വേണം പൂവിടലേ നടക്കുള്ളൂ. വാക്കിരി ഇടല് ഇവിടെ ഇല്ലെന്ന്. ഓരോ ദേശത്തും ഓരോ നമ്മളെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കൊടുത്താൽ കയ്യിൽ കൊടുത്താൽ ബാ ഇവിടെ ഇട്ട് അവിടെ തലയിൽ നിറച്ചിട്ട് കറങ്ങി സാറേ മുക്കി 3 പ്രാവശ്യം മുക്കി 3 പ്രാവശ്യം മുക്കി അങ്ങോട്ട് ഇവിടെ കുഴിയില്ല സാറേ തലയിൽ ഇവിടെ ആ കാലിൽ തലയിൽ ഒഴിഞ്ഞു വിട്. തലയിൽ ഒഴിഞ്ഞിട്ട് തലയിൽ ഒഴിഞ്ഞ് ഇങ്ങനെ അങ്ങനെ പോച്ച് ഇപ്പോഴുള്ള സാഹചര്യമില്ല. പോട്ട് ഒന്ന് പോട്ട് ഇനി എല്ലാരും കേൾക്കാൻ സന്തോഷം പറയും. ഉറച്ചു കവിത ഉണ്ട്. എന്തോ എഴുതിയൊരു കവിത ഉണ്ട്, വായിക്കണം. ഒരു മണി തുന്തുവി
എന്ന ഒരു കവിതയാണ്. ഒരു മണി ദുന്ദുബി എന്നുള്ള കവിതയാണ്. നിർഗള സുരസുന്ദര വൈശാഖമണി ദുംഭുവിയെ വയൽ വരമ്പത്തുണ്ടൊരു കാക്ക, വയലേലകളിലുണ്ടൊരു കാക്ക, കുന്നിൻ ചെരുവിലുണ്ടൊരു കാക്ക, കുന്നിൻ മുകളിലുണ്ടൊരു കാക്ക. ഹേ കാക്കേ കാക്കേ പറയൂ നിർഗള സുരസുന്ദര വൈശാഖ മണി ദുംഭുവിയെ ദുന്ദുബിയെ ദുംഭുവിയെ. അണ്ണാ ദുന്ദുബി. ഇത് ചിറ്റപ്പ് എഴുതിയതാണ്. പല പത്രത്തിലായി, ഒന്നും പത്രത്തിൽ എഴുതില്ലടാ. എല്ലാരും ഇതോടെ എടുക്കാണ് കേട്ടാ. വേറെ ചടങ്ങുകളൊന്നുമില്ല. നമ്മളടക്കാം അവിടെ കുയില നമുക്ക് എടുക്കാം. ഓ ഇത് നീക്കേ ഇങ്ങോട്ട് പോയിക്കണം. അപ്പുറത്ത് വാ, ഞാൻ അങ്ങ് താഴെ ഇറങ്ങാണ്. പിന്നെ നീ ആ കാൽ അവിടെ ഇറങ്ങണം. അപ്പുറത്ത് ഇറങ്ങണോ? ഓ അവിടെ ഇറങ്ങണം. ഒരു മിനിറ്റ് ഇറങ്ങട്ടെ. അറിയാവുന്ന ആൾക്കാർ ഇവിടെ നിൽക്കുകയല്ലേ ഇതൊക്കെ. എന്റെ പൊന്നെ, തലയിൽ വെച്ച് ഒന്ന് കറങ്ങി വരണം. അതൊന്നും എടുത്തിട്ടാ. കൂടെ വെക്കാൻ മറന്നു. ഇത്ര വെട്ടെത്തി ഉണ്ടാ ഉണ്ട്. ഞാൻ വിട്ടത് ഇങ്ങോട്ടേക്ക് അതൊക്കെ വാങ്ങിച്ചു, ഐശ്വര്യമായിട്ട് വാങ്ങിച്ചു. ശരി മോൾ അവിടെ നിൽക്കണേ. അച്ഛന്റെ ആത്മാവിന് സർവ്വവിധ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇച്ചിരി ഒതുങ്ങിയില്ല. അവിടെ നില്ല്. കൊത്തിട്ടാ കൊത്തിട്ടാ കൊത്തട്ടാ കൊത്ത് കൊത്ത്. ഇങ്ങോട്ട് തിരിഞ്ഞില്ല. കൊത്തട്ടാ കൊത്തിക്കോ 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 കൊത്തിക്കോ. ലാസ്റ്റ് കൊത്ത. ആ തിരിഞ്ഞില്ല. ഓളം കൊണ്ട് തിരിഞ്ഞില്ല. ഇതാ ഇതിൽ പിടിച്ചടിക്ക്. നിങ്ങൾ അടിക്കണം ഒരുമിച്ച്. നിങ്ങൾ അടിച്ചല്ല കൂടെ പൊട്ടിച്ചത്. പിടിച്ചെടുക്കണം. ബോഡി ഒലയല്ലേ. നേരെ വൈ നേരെ വൈ നേരെ വൈ. ഓ മണ്ണ മൂത്തകള് വാ. പിടിച്ചോണ്ട് പോ. ഇനി കർമ്മി ലാസ്റ്റ് ഇട്ട് മണ്ണോട് തലയ്ക്കലാണുള്ള കർമ്മി അല്ലേ. കർമ്മിയുടെ ലാസ്റ്റ് തലയ്ക്ക് ഇവിടെ അഞ്ഞു വേണം. തലയ്ക്ക് നിന്ന് സൈഡിൽ ഇടുമ്പോൾ കർമ്മം കഴിയും. എന്താണ് എന്താണ് കർമ്മം പറ്റിയ തെറ്റിയത്. കർമ്മ ഇങ്ങനെ പറഞ്ഞ കർമ്മം തെറ്റിയത്. മണ്ണ് വാരിട്ട് ശരിയല്ലോ. നീ നിന്റെ ശരിയല്ല. എന്തെന്നാ കാണിക്കണേ? പിന്നെ തലയ്ക്ക് അടുത്തത് മണ്ണ് വാരിട്ട് കഴിഞ്ഞാൽ അല്ല നിങ്ങളെ കർമ്മം തെറ്റിയാണേ. ആശാണ്ണ ആശാണ്ണ ഇങ്ങ് വരി. മതിയണ്ണ മതിയണ്ണ ഇന്ന് വരിയണ്ണ. എന്തോന്നാണ് സംഭവം? എടാ എന്താണ് സംഭവം? എന്തോന്നു സാറേ പ്രശ്നം? ഇത് മറ്റേ കൗമുദിയുടെ പരിപാടിയാണോ? ഓ മൈ ഗോഡ് പരിപാടി. മനുഷ്യൻ പേടിച്ചു വരും. മനുഷ്യ നിങ്ങള് സമ്മതിച്ചേട്ടാ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രഹ്മ ആര്യാംബിക ഭാസ്കരൻ്റെ വീടും പരിസരവുമാണ്, പറമ്പിലുമാണ്.
ഈ എപ്പിസോഡ് ക്യാമറ സെക്ഷൻ, ആർട്ട് സെക്ഷൻ, മേക്കപ്പ് സെക്ഷൻ, കോസ്റ്റ്യൂം സെക്ഷൻ ഒന്നിനൊന്ന് ഒത്തൊരുമയോടെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ എപ്പിസോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കാരണം അത്രമാത്രം റിസ്ക് ആയിരുന്നു. ഈ പുഴയിൽ പോകുന്നത്, തിരിച്ചു വരുന്നത്, ഇതിനകത്തുള്ള സംഭവം, പുറത്തുള്ള സംഭവം ഒക്കെ ഇതെല്ലാം ഹെവി റിസ്ക് ആയിരുന്നു. ഇതിൽ സന്തോഷ് എന്ന് പറയുന്ന അദ്ദേഹമാണ് നമ്മളിന്ന് ഹെൽപ്പ് ചെയ്യാൻ, അതായത് നമ്മളെ ബോഡിയുടെ ഫുള്ള് ഉത്തരവാദിത്തം, അതായത് കർമ്മം മൊത്തം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഡ്യൂട്ടി അയാൾ കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ ഇത് ഇങ്ങനെ ആയിരുന്നു എന്ന് അറിഞ്ഞില്ല, ഇല്ലേ? അല്ല, നിങ്ങളെ സ്ഥാനത്ത് ആരായിരുന്നാലും മരിച്ചു കിടക്കുന്ന ബോഡി എഴുന്നേറ്റ നമ്മൾ ഓടിയിരിക്കും. അതെ, ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്താണ് സംഭവം. ഒരു കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണ് എന്നെ വിളിച്ചത്. MD-യുടെ അമ്മാവൻ മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കർമ്മയായിട്ട് നിൽക്കണം, ഫുൾ കൺട്രോള് നിങ്ങളെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അയച്ചത്. പക്ഷേ ഈ അമ്മാവ് ഇങ്ങനെ ഒരു പണി നമുക്ക് തീരെ പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ ഈ നമ്മൾ ഈ പറഞ്ഞതിന് പുറമെ ജെയ്സൺ അടക്കമുള്ള നമ്മളെ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ടൊന്നും മാത്രമല്ല, നമ്മൾ ഈ കുഴിയെടുക്കാനും കൊണ്ടുവയ്ക്കാനും ഒക്കെ നമ്മളെ ആർട്ട് സെക്ഷനെയും നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്ത അവർക്ക് ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. കൗമുദി TV-യുടെ ക്യാഷ് പ്രൈസ് സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ക്ലീൻസർ ലിക്വിഡ് ഡിറ്റർജന്റ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാൽഡാമൂരും അതിൻ്റെ നെയ്യാറ്റിന് നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, നാടറിയട്ടെ നാവിലൂടെ ബോധിനി നൽകുന്ന സമ്മാനം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും സുഖം. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു വിഷമായിപ്പോൾ. ഇനിതാ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെത്? എല്ലാരും നന്നായിട്ട് പെർഫോം അതെന്താ പറയാ, അത്ര റിസ്ക് എടുത്തു എല്ലാവരും, ഇല്ലേ? കാര്യം ഇമോഷണലി ഉള്ള സംഭവം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങണമായിരുന്നു. കാരണം ഇത്ര റിസ്ക് എടുത്ത് ഈ ശവമായിട്ട് കിടക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടൊരു സംഭവമല്ല. അതിന് അനിൽ വേലപ്പൻ അവർക്ക് ഞങ്ങളുടെ ഒരുപാട് താങ്ക്സ്. കാരണം അത്രയും പുള്ളി റിസ്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോമിനി ആര്യാംബിക ഭാസ്കരൻ, നമ്മൾ ഈ പരിപാടി കാണുന്നതാണല്ലേ, ഇഷ്ടമാണ്. തമാശയല്ലേ? ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി TV-യുടെ നന്ദി അറിയിക്കുകയാണ്. ഈ വീടും ഈ പറമ്പും ഒക്കെ തന്ന് നമുക്ക് അത്രയും വേണ്ട എല്ലാം സഹായം ചെയ്തത്. അവസാനമായിട്ട് ഒരാൾക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. പല എപ്പിസോഡിലും നമുക്ക് ആൾക്കാരെ തന്ന് സഹായിച്ചു. ഇന്ന് ആംബുലൻസ് തന്ന് സഹായിച്ച നമ്മളെ പിങ്കി, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ ജീവിതത്തിൽ രസമുള്ള മുഹൂർത്തങ്ങൾ നമുക്ക് നെയ്തെടുക്കാം. തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ പ്രിയപ്പെട്ടവർക്ക് സ്നേഹസമ്മാനം പ്രാങ്കായി നൽകാം. മലയാളിയുടെ ജനകീയ പ്രാങ്ക് ഷോ ഓ മൈ ഗോഡിലൂടെ ഒരു പണി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാം. പ്രാങ്ക് ചെയ്യേണ്ട ആളെക്കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങളുടെ പേരും വിലാസവും ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള വിവരങ്ങളും omgprankshow@gmail.com എന്ന മെയിൽ ID-യിൽ ഞങ്ങൾക്ക് അയച്ചു തരിക.